Hi all, today I'm going to deal with the session overloading binary operators using friend function. Friend function using operator overloading offers better flexibility to the class. When you overload a unary operator, you have to pass one argument, and when you overload a binary operator, you have to pass two arguments. Friend function can access private members of a class directly. Friend function ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഫ്രണ്ട് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. സോ വി വിൽ ബി ഹാവിങ് ഫ്രണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഫംഗ്ഷൻ. ആൻഡ് വിൽ ബി യൂസിങ് ഓവർലോഡിങ് ബൈനറി ഓപ്പറേറ്റർ യൂസിങ് ഫ്രണ്ട് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഓർ ഫംഗ്ഷൻ ബോഡി ഡിക്ലെയർ ഔട്ട്സൈഡ് ദ ക്ലാസ്. അതായത് ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ ബോഡി അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡിക്ലെയർ ചെയ്യുന്നത് ക്ലാസിൻ്റെ ഔട്ട്സൈഡ് ആയിരിക്കും. And inside class, we will be only doing the declaration and overloaded operator using the friend keyword, and the definition of that function will come outside the class. അതായത് ഇൻസൈഡ് ദ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുള്ളൂ. മീൻസ് ആ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ്റെ നെയിം ജസ്റ്റ് ഡിക്ലെയർ ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഡെഫിനിഷൻ അതായത് ഫംഗ്ഷൻ ബോഡി ഡിക്ലെയർ ചെയ്യുന്നത് ഔട്ട്സൈഡ് ദ ക്ലാസ് ആണ്. And the syntax of that is, first of all, friend keyword. Friend എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ടാവും. ദെൻ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് വോയിഡ് ഇൻറ്റ് കോംപ്ലക്സ് ലൈക്ക് ദാറ്റ് റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. ദെൻ ഓപ്പറേറ്റർ കീവേഡ്. ദെൻ ഏത് ഓപ്പറേറ്റർ ആണോ ഓവർലോഡ് ചെയ്യേണ്ടതെന്നില്ല. ഓപ്പറേറ്റർ സിമ്പിൾ, ഫോർ എക്സാമ്പിൾ പ്ലസ് മൈനസ് ലൈക്ക് ദാറ്റ്. ദെൻ ആർഗ്യുമെൻറ്റ്സ്, അതായത് രണ്ട് വേരിയബിൾസ് ഉണ്ടാവും. വേരിയബിൾ 1, വേരിയബിൾ 2 രണ്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യും. ദെൻ കേളി ബ്രേസ് ഓപ്പൺ ചെയ്ത് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ക്ലോസ് ദ കേളി ബ്രേസ്. ഓക്കെ. ഇൻ ദിസ് അപ്രോച്ച് ദ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷൻ മസ്റ്റ് പ്രൊസീഡ് വിത്ത് ഫ്രണ്ട് കീവേഡ് ആൻഡ് ഡിക്ലെയർ എ ഫംഗ്ഷൻ ക്ലാസ് സ്കോപ്പ്. ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് കേസിൽ രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ടാവും, ഓപ്പറൻറ്റ് 1 ഓപ്പറൻറ്റ് 2. അപ്പോൾ രണ്ട് ആർഗ്യുമെൻ്റ് ആയിട്ടാണ് ഫ്രണ്ട് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. While we are using unary operator overloading using friend function use ചെയ്യുന്നെങ്കിൽ we will be having one operand. So that operand will be passed as the argument. Okay. അതായത് ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിങ് യൂസിങ് ഫ്രണ്ട് ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്പറൻസ് ഉണ്ടാവും, അത് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യും. യൂണറി ഓപ്പറേറ്റർ ഓവർലോഡിങ് യൂസിങ് ഫ്രണ്ട് ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു ഓപ്പറൻ്റ് ആണ് ആർഗ്യുമെൻ്റ് ആയി പാസ് ചെയ്യുന്നത്. Let us take one example. Here the class name is complex. അതായത് ഇവിടെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആണ്. ആൻഡ് ദിസ് ക്ലാസ് ഹാവിങ് ടു ഡാറ്റ മെമ്പേഴ്സ്, രണ്ട് ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട്, റിയൽ ആൻഡ് ഇമേജിനറി. ദോസ് ആർ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ്. ആൻഡ് ഡിഫൈനിങ് 3 മെത്തേഡ്സ്, അതായത് ഇത് രണ്ടും പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് 3 മെത്തേഡ് ഉണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. അതെന്ന് പറയുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അതെന്ന് പറയുന്നത് പബ്ലിക് ആണ്. ആൻഡ് ഡിഫൈനിങ് 3 മെത്തേഡ് ഓർ ഫംഗ്ഷൻ വിച്ച് ഈസ് പബ്ലിക് ഇൻ നേച്ചർ. സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഫോർ സെറ്റിംഗ് ദ വാല്യൂസ് ഫോർ റിയൽ ആൻഡ് ഇമേജിനറി ഡാറ്റ മെമ്പർ. റിയലും ഇമേജിനറി ഡാറ്റ മെമ്പറിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നതിനാണ് സെറ്റ് വാല്യൂ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡിസ്പ്ലേ ഈസ് യൂസ് ഫോർ ഡിസ്പ്ലേ മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേയിങ് ദി കോംപ്ലെക്സ് നമ്പർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് വി ഹാവ് ദ തേർഡ് ഫംഗ്ഷൻ, അതായത് അവർ ഫ്രണ്ട് ഫംഗ്ഷൻ. ഇതാണ് ഫ്രണ്ട് ഫംഗ്ഷൻ. ദിസ് കോംപ്ലെക്സ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ടൈപ്പാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഇറ്റ്സെൽഫ്. സോ ദ ഫംഗ്ഷൻ ഈസ് പ്രിസൈഡ് ബൈ ദ കീവേഡ് ഫ്രണ്ട്, അതായത് ഫ്രണ്ട് എന്ന് പറഞ്ഞ കീവേഡ് ഫ്രണ്ടിൽ ഉണ്ടാവും. ഓക്കെ. ആൻഡ് complex is return type of that function. And operator plus എന്ന് പറയുന്നത് means we are overloading the plus operator. This is actually a function name. അതായത് ഓപ്പറേറ്റർ പ്ലസ്, അതായത് പ്ലസ് ആണ് നമ്മൾ ഓവർലോഡ് ചെയ്യുന്നത്, പ്ലസ് ഓപ്പറേറ്റർ. ഓക്കെ. ആൻഡ് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഉള്ളത് എന്ന് പറയുന്നത് ദിസ് ഈസ് ആർഗ്യുമെൻറ്റ് ഇൻ ദ ഫംഗ്ഷൻ. ഹിയർ പാസിംഗ് 2 ആർഗ്യുമെൻറ്റ് വിച്ച് ഈസ് ഓഫ് ടൈപ്പ് കോംപ്ലെക്സ്. രണ്ട് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് ജസ്റ്റ് രണ്ടെണ്ണമായിട്ട് കോംപ്ലെക്സ് കൊടുത്തത്. അതായത് ടൈപ്പ് ആണ്, ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നതിൻ്റെ ടൈപ്പ് കോംപ്ലെക്സ് ആണ്. സോ കോംപ്ലെക്സ് എന്നിട്ട് കൊടുത്തത്. ഓക്കെ. ആൻഡ് വാട്ട് ഈസ് കോംപ്ലെക്സ്?
Complex is a class which is having two data members, real and imaginary. Complex എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. അതിന് രണ്ട് ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് റിയൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇമാജിനറി. ആൻഡ് ഫ്രണ്ട് ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ക്ലാസിൻ്റെ ഇൻസൈഡിലാണ്. അതായത് ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്തത് ക്ലാസിൻ്റെ അകത്താണ്. അതിൻ്റെ ഡെഫിനിഷൻ ബോഡിയൊക്കെ പുറത്താണ് ഉള്ളത്. അതായത് ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമാണ് ക്ലാസിൻ്റെ അകത്തുള്ളൂ. ജസ്റ്റ് ഈ ഒരു ലൈനിൽ മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് സെമിക്കോളം വേണം കേട്ടോ. ഈ ക്ലാസിൻ്റെ ഓപ്പണിംഗ് കേളിംഗ് ബ്രേസ് ആണ് ഇത്. ആൻഡ് ഇറ്റ്സ് എൻഡിങ് കേളിംഗ് ബ്രേസ് ഇത്. എൻഡിങ് കേളിംഗ് ബ്രേസിന് ശേഷം ഒരു സെമിക്കോളം വേണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമാണ് ഫ്രണ്ട് ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ മാത്രമേ ക്ലാസ്സിന് ഇൻസൈഡ് ഉള്ളൂ. അതാണ് ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞത്. ആൻഡ് ഫംഗ്ഷൻ ഡെഫിനേഷൻ ഓഫ് ഫംഗ്ഷൻ ബോഡി ഡിഫൈനിങ് ഔട്ട്സൈഡ് ദ ക്ലാസ്. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനേഷൻ. അത് ഔട്ട്സൈഡ് ക്ലാസിൻ്റെ ഔട്ട്സൈഡാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് കം ടു ദ മെയിൻ ഫംഗ്ഷൻ. നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷനാണ്. ഇതാണ് മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻട്രി പോയിന്റ് ഓഫ് അവർ പ്രോഗ്രാം ആണ്. സോ ഇൻ മെയിൻ ഫംഗ്ഷൻ വി ആർ ഇൻസ്റ്റൻഷിയേറ്റിംഗ് 3 ഒബ്ജക്റ്റ്. അതായത് 3 ഒബ്ജക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എ, ബി ആൻഡ് സി. എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്, ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആൻഡ് സി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്. ഇത് 3 ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യും. ആസ് ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ക്ലാസ് നെയിമാണ് കൊടുക്കുക. നമ്മളെ ക്ലാസ് നെയിം എന്താ? കോംപ്ലെക്സ് അല്ലേ. സോ ഹിയർ കോംപ്ലെക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതായത് ഒബ്ജക്റ്റിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആണ് കേട്ടോ. ആൻഡ് ആഫ്റ്റർ ഇനിഷ്യേറ്റിംഗ് എ ആൻഡ് ബി, setting the value for real and imaginary of A and B using set value method. set value method യൂസ് ചെയ്തിട്ട് നമ്മൾ എൻ്റെയും റിയലിൻ്റെയും അതായത് റിയലിൻ്റെയും ഇമേജിനറിൻ്റെയും വാല്യൂ നമ്മൾ അസൈൻ ചെയ്യും. ഓക്കെ, എ ഈസ് അസൈൻഡ് വിത്ത് 2 and 3 ആൻഡ് ബി ഈസ് അസൈൻഡ് 5 and 8. അതായത് 2 എന്ന് പറയുന്നത് റിയൽ പാർട്ടിൻ്റെ വാല്യൂ ആൻഡ് 3 എന്ന് പറയുന്നത് എൻ്റെ ഇമേജിനറി പാർട്ടിൻ്റെ വാല്യൂ. സിമിലർലി ബീൻ്റെ റിയൽ വാല്യൂ ആണ് 5 ആൻഡ് ഇമേജിനറി വാല്യൂ 8. ഓക്കെ, ആൻഡ് അത് രണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നത് ഡിസ്പ്ലേ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ വാല്യൂ എന്താക്കും? ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എൻ്റെ സെറ്റ് വാല്യൂ വെച്ചിട്ട് കോൾ ചെയ്യുമ്പോൾ എൻ്റെ അകത്തുള്ള 2, 3 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ വരും. ഐ റിയലിലേക്ക് 2ഉം ഐ ഇമേജിനറിയിലേക്ക് 3ഉം വന്നു. എന്നിട്ട് റിയലിലേക്ക് 2ഉം വന്നു. അതായത് ഐ റിയലിലേക്ക് 2 അല്ലേ. അപ്പോൾ 2 എന്ന് പറയുന്നത് ഐ റിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ റിയലിലേക്ക് അസൈൻ ചെയ്യും. പിന്നെ ഇമേജിനറി എന്ന് പറയുന്നത് ഐ ഇമേജിനറിയിലേക്ക് കിട്ടുന്ന വാല്യൂ 3 ആണ്. സോ 3 എന്ന് പറയുന്നത് ഈ ഇമേജിനറിയിലേക്ക് അസൈൻ ചെയ്യും. അതിനുശേഷം ഡിസ്പ്ലേ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. റിയൽ എന്ന് പറയുന്നത് എത്രയാ? 2 പ്ലസ് പിന്നെ ഉള്ളത് ഇമേജിനറി വാല്യൂ എത്രയാ? 3. അതിൻ്റെ കൂടെ ഐ, അതായത് 2 + 3i. അങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇനി റിയൽ വാല്യൂ ഇമേജിനറി വാല്യൂ ഓഫ് ബീൻ്റെത് സെറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് പാസ് ചെയ്യുന്നത് 5ഉം 8ഉം ആണ്. ഓക്കെ, അത് നമ്മൾക്ക് ഇതിൽ പ്രോഗ്രാമിൽ കാണിച്ചു തരാം. അത് ഇവിടെ വന്നിട്ട് ഐ റിയലിലേക്ക് എത്ര വന്നു? 5 ആൻഡ് ഐ ഇമേജിനറിയിലേക്കോ 8ഉം വന്നു. അപ്പോൾ റിയലിലേക്ക് ഐ റിയലിൻ്റെ വാല്യൂ എത്രയാ? 5 അല്ലേ. അപ്പോൾ 5 എന്ന് പറയുന്നത് റിയലിലേക്ക് അസൈൻ ചെയ്തു. ആൻഡ് അസൈൻ ചെയ്യുന്ന പറഞ്ഞാൽ കൊടുക്കുന്നു റിയലിലേക്ക്. ആൻഡ് ഇമേജിനറിയിലേക്ക് ഐ ഇമേജിനറി വാല്യൂ 5. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും ഡിസ്പ്ലേ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. സോ അതെങ്ങനെ ഉണ്ടാവുക? 5 + 8i. ഓക്കെ, അത് രണ്ടിൻ്റെ ഔട്ട്പുട്ടാണ് ഫസ്റ്റ് ഉള്ളത്. ആദ്യത്തത് 2 + 3iയും നെക്സ്റ്റ് എന്ന് പറയുന്നത് 5 + 8i. അത് രണ്ടും ഡിസ്പ്ലേ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് ലൈനിൽ C = A + B അങ്ങനെയാണ് ഉള്ളത്. അതായത് 2 ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റും ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റും ആഡ് ചെയ്തിട്ട് അതിനെ C എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് അതിൻ്റെ റിസൾട്ട് അസൈൻ ചെയ്യും. ഓക്കെ, എ എന്ന് പറയുന്നത് ഫ്രണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്യും. അതായത് 2 കോംപ്ലക്സ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ് ആണ്. ആൻഡ് ഓപ്പറേറ്റർ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നെയിമാണ്. പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആണ് ഓവർലോഡ് ചെയ്യുന്നത്. പിന്നെ 2 പാരാമീറ്റർ ആണ് പാസ് ചെയ്യുന്നത്, IA ആൻഡ് IB. അത് രണ്ടിൻ്റെ റിട്ടേൺ ടൈപ്പ് കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇതിൽ C = A + B പറയുന്നില്ലേ എന്ന് പറയുന്നത് ഫ്രണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്യും. ഓക്കെ,
എന്നിട്ട് ഇൻസൈഡ് ദാറ്റ് ഫംഗ്ഷൻ ടെമ്പററി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. കോംപ്ലക്സ് ടെം, അതായത് ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യും ടെമ്പററി. ടെമ്പ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും യൂസിങ് ക്ലാസ് നെയിം, അതായത് കോംപ്ലക്സ് ആണ് ക്ലാസ് നെയിം. കണ്ടോ എന്താ ഇവിടെ. പിന്നെ ടെമ്പററി ഒബ്ജക്റ്റിന്റെ റിയൽ എന്ന് പറയുന്നത് റിയൽ ഡാറ്റ മെമ്പർ ആണ് റിയലും ഇമേജിനറിയും. അപ്പൊ അതിന്റെ റിയലിൽ വരുന്നത് എന്റെ റിയൽ വാല്യൂ പിന്നെ പ്ലസ് ബിന്റെ റിയൽ വാല്യൂ. അതേപോലെ ടെമ്പററിന്റെ ഇമേജിനറി ഡാറ്റ മെമ്പറിലേക്ക് വരുന്നത് എന്റെ ഇമേജിനറി വാല്യൂ പ്ലസ് ബിന്റെ ഇമേജിനറി വാല്യൂ എന്നിട്ട് റിട്ടേൺ ചെയ്യും ടെമ്പററി ഒബ്ജക്റ്റിനെ. പക്ഷെ ടെമ്പററി ഒബ്ജക്റ്റിന്റെ റിട്ടേൺ ഓക്കെ. ഇവിടെ സി ഈക്വൽ ടു എ പ്ലസ് ബി കണ്ടില്ല. അപ്പൊ ഒബ്ജക്റ്റ് രണ്ട്, ആ എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റും ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റും രണ്ട് പാരാമീറ്റർ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ടെമ്പററി റിട്ടേൺ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ആണ് സിയിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഇത് സിയിലേക്ക് അസൈൻ ചെയ്തിട്ട് നമ്മൾ അത് എന്താക്കും, ഡിസ്പ്ലേ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാ 7 + 11i, അതായത് എന്റെ റിയൽ പാർട്ടും അതുപോലെ തന്നെ ബിന്റെ റിയൽ പാർട്ടും പ്ലസ് ചെയ്യും 5 + 2. അതാണ് ടെമ്പററിന്റെ റിയൽ ഡാറ്റ മെമ്പറിന്റെ വാല്യൂ കിട്ടുന്നത് 7 പ്ലസ് പിന്നെ ടെമ്പററിന്റെ ഇമേജിനറി ഡാറ്റ മെമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 3ഉം 8ഉം പ്ലസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ 11 കിട്ടും. അതായത് ഇതാ, അതായത് എന്റെ ഇമേജിനറി പാർട്ടും അതുപോലെ തന്നെ ബിന്റെ ഇമേജിനറിന്റെ വാല്യൂ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ് ടെമ്പററിന്റെ ഇമേജിനറി ഡാറ്റ മെമ്പറിന്റെ വാല്യൂ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത് 11i. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്നത് ഇതാ, ഇവിടെ ടെമ്പ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. അപ്പൊ അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് കോംപ്ലക്സ് അല്ലേ. അപ്പൊ എന്ത് വരും, കോംപ്ലക്സ് ആയതുകൊണ്ട് റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും ഉണ്ടാവും. അപ്പൊ നമുക്ക് 7 + 11i എന്ന് കിട്ടും. അത് സിയിലേക്കാണ് വരിക, റിസൾട്ട് സി. അപ്പൊ സീനെ നമ്മൾ ഡിസ്പ്ലേ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഡിസ്പ്ലേ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടത്തേക്ക് വരും. ഇവിടെ വന്നിട്ട് റിയൽ എന്ന് പറയുന്നത് എന്താ, 7 അല്ലേ, പ്ലസ് ഇമേജിനറി വാല്യൂ 11, അതിന്റെ കൂടെ ആയിരിക്കും. അപ്പൊ 7 + 11i എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കും. അതാണ് ഈ ഔട്ട്പുട്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂണറി ഓപ്പറേറ്ററിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ, യൂസിങ് ഫ്രണ്ട് ഫംഗ്ഷൻ ആണ്. അതിന്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ നമ്മൾ ഒരു ആർഗ്യുമെന്റ് ആണ് പാസ് ചെയ്യുന്നത്. അതിന്റെ റിട്ടേൺ ടൈപ്പ് കോംപ്ലക്സ്, അതായത് സെയിം തന്നെ ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ ഉണ്ടാവും. അത് ക്ലാസിന്റെ അകത്ത്, ക്ലാസ് പറയുന്നത് കോംപ്ലക്സ് ആണ്, അതിന്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അതിന്റെ ഡെഫിനിഷൻ ബോർഡ് ഔട്ട് സൈഡ് ആണ്. ക്ലാസിന്റെ ഇതാ ഈ ഓപ്പണിംഗ് കേളിംഗ് ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്തു, ഒരു സെമിക്കോളൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാത്തിന്റെയും ലാസ്റ്റ് എൻഡിങ് സെമിക്കോളൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ആൻഡ് ഡെഫിനിഷൻ, അതായത് ഫ്രണ്ട് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ്, അതായത് ഫംഗ്ഷൻ ബോഡിയാണ് ഔട്ട് സൈഡ്, ക്ലാസിന്റെ ഔട്ട് സൈഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതായത് ആർഗ്യുമെന്റ് ഒന്നാണ്, ഐ എന്നിട്ട് ഒന്നാണ് പാസ് ചെയ്യുന്നത്. അതിന്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് കോംപ്ലക്സ്. അതായത് ഇവിടെ വന്നിട്ട് ഇവിടെ എന്ന് പറയുന്നത് രണ്ട് ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യും, രണ്ട് ഒബ്ജക്റ്റ് എയും ബിയും. എ ഡോട്ട് സെറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് വാല്യൂ നമ്മൾ 2, 3 എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ പാസ് ചെയ്യും. എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. അപ്പൊ ഇതിന്റെ ഔട്ട് എന്ന് പറയുന്നത് 2 + 3i എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മൾ എ, അതായത് എ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതാണ്. അപ്പൊ ഒരു ഓപ്പറന്റ് ആണ് പാസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഒരു ഓപ്പറന്റ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ വരും, അതായത് കോംപ്ലക്സ് ഐ എ, ഒരു ഓപ്പറന്റ് മാത്രമാണ് നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. അതിന്റെ റിയലും എടുക്കും ഇമേജിനറിയും എടുക്കും. ഐ എന്റെ റിയൽ ആയിട്ടും ഇമേജിനിട്ട് അതിനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അത് വരിക. അപ്പൊ ഡിഫറൻസ് എന്താണ്, ബൈനറി ആണെങ്കിലും യൂണറി ആണെങ്കിലും, യൂണറിൽ ഒരു ഓപ്പറന്റ് ആയിട്ട് പാസ് ചെയ്യുന്നുള്ളൂ, ബൈനറിയിലാണെങ്കിലോ രണ്ട് ഓപ്പറൻസ് ഉണ്ട്, എ ആൻഡ് ബി, രണ്ട് ഓപ്പറന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇന്നത്തെ പോർഷൻസ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. താങ്ക് യു.